This show is presented by Luvi. പടത്തിലെ ഹരിമുരളീരവൻ തുടങ്ങുന്ന സംഭവം, പിന്നെ അവിടെ കൊച്ചു കുറേ സീനുകളുണ്ട്. അതെല്ലാം അവിടെ വരിക്കാശ്ശേരി മനയിലാണ് ഷൂട്ട് ചെയ്തത്. ഈ പാടി തുടങ്ങുന്നത് അവിടെ തുടങ്ങിയിട്ട് തൂവാനത്തുമ്പിയാണ്. അതിൽ മോഹൻലാലിൻ്റെ മണ്ണാറത്തൊടി എന്ന് പറഞ്ഞ വീടായിട്ട് കാണിക്കുന്ന രവിയേൻ്റെ വീടാണ്. ഒരു പാട്ടാന്തം എടുത്തിട്ട് അവസാനം നിന്നുപോയ പടമാണ്. അപ്പോഴാണ് സിബി സാറ് സിയാദ് കൊക്കറിൻ്റെ അടുത്ത് പറയുന്നത്, നമുക്ക് ഈ പടം സുരേഷ് ഗോപിയെ അല്ലെങ്കിൽ ജയറാമിനെ വെച്ച് ചെയ്താൽ ആലോചന. അങ്ങനെയാണ് മാരിവില്ലി ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ പാട്ട് പെയിൻ്റടിയും എല്ലാം കൂടെ ഒരുമിച്ച് നടത്തിയാണ് ആ പാട്ട് ഷൂട്ട് ചെയ്യുന്നത്. ചതിക്കാത്ത ചന്ത എന്ന് പറയുന്ന മൂവി തന്നെ ആർട്ട് ബേസ് ചെയ്തിട്ടാണല്ലോ. അതിൽ സ്റ്റാർട്ടിങ് തൊട്ട് ലാസ്റ്റ് ക്ലൈമാക്സിനൊക്കെ ആർട്ടിൻ്റെ ഒരു സ്റ്റോറി തന്നെ പോകുന്നത് ആർട്ട് ബേസ് ചെയ്തിട്ടാണല്ലോ. ഈ മലമ്പൂതം വരണതും മറ്റേ മറിച്ച് തലയിൽ കത്തി വെച്ച് വരുന്നതൊക്കെ നമ്മൾ പട്ടൺ റഷീദിന് ഭയങ്കര രസമാണ്. ഈ പ്ലാനിങ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെ. കല്ലൂരുള്ളൊരു ഹോട്ടലിൽ വെച്ചിട്ടാണ് എൻ്റെ ദീപിൻ്റെ ചോദിച്ചു, ദീപ് ഇപ്പം എങ്ങനെയുണ്ട്? ഞാനത് പറഞ്ഞ അവത്തായിപ്പോയി, അന്ന് ഞാൻ പറഞ്ഞ അവത്തായിപ്പോയി എന്ന് എന്നിട്ട് പറഞ്ഞു. അതുപോലെ ലാലേട്ടൻ തന്നെ 6-ാം തമ്പുരാൻ മൂവി ചെയ്തല്ലോ. അപ്പോൾ ആ ഒരു ലൊക്കേഷനിലുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? അത് ഒളപ്പം മണ്ണമന, വരിക്കാശ്ശേരി മന, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ആയിരുന്നു. പിന്നെ അതിൽ പാടി എന്നുള്ള ആ പാട്ടിൽ തന്നെ മഞ്ജു വാര്യർ മുളകിൻ്റെ മേലെയൊക്കെ കിടക്കുന്നു. അപ്പോൾ അന്നൊക്കെ പറഞ്ഞ പാട്ടുകൾ തന്നെ ഭയങ്കര കളർഫുള്ളായിരുന്നു. ഒരു സിനിമയിൽ തന്നെ ഒരു 5-6 പാട്ടുകൾ, അതിൽ തന്നെ കുറേ കളർഫുൾ, നമുക്ക് കാണാൻ ഭയങ്കരമായിട്ട് കളർഫുള്ളായിട്ടുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ ആ ഒരു 6-ാം തമ്പുരാനിലേക്ക് വരുമ്പോൾ ആ ഒരു ചേട്ടൻ്റെ ഒരു ഫുൾ കഴിവ് അതിനകത്തേക്ക് ഇടാൻ പറ്റും. ആ ഒരു മൂവിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? 6-ാം തമ്പുരാൻ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ 2 സ്ഥലത്താണ്. ഒന്ന് ഒളപ്പമണ്ണ മന, പിന്നെ ഒന്ന് വരിക്കാശ്ശേരി മന. വരിക്കാശ്ശേരി മനയിലാണ് നമ്മുടെ മെയിൻ സംഭവങ്ങളൊക്കെ എടുത്തത്. എന്ന് വെച്ചാൽ കുറേ ഭാഗങ്ങൾ ഒളപ്പമണ്ണ മന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓടി വരുന്നതും മഞ്ജു വാര്യരുടെ പാട്ടിനിടയിൽ ഓടി വരുന്നതൊക്കെ നമ്മൾ കുറച്ച് കോറിഡോർ ഭയങ്കര ലെങ്ത്താണ് ഒളപ്പമണ്ണ മനയിൽ. പിന്നെ ലാലേട്ടൻ്റെ ബെഡ്റൂമിൽ മറ്റുള്ളവരുമായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ പിന്നെ പ്രിയാരാമനുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് മഞ്ജു ഒന്ന് ഒളിച്ച് കേൾക്കുന്നൊരു സീനുണ്ട്. അത് ഞാൻ അവിടെ നിന്ന് ഒരു അവിടെ തന്നെ ശ്രീകൃഷ്ണപുരത്തുള്ളൊരു കക്ഷിയിൽ നിന്ന് അവിടെ ഒരു കട്ടിലുണ്ടെന്ന് പറഞ്ഞു. ആ കട്ടിലെന്ന് വെച്ചാൽ പുള്ളി കൊടുക്കത്തില്ല. അപ്പോൾ ഈ ഉളപ്പണ്ണ മനയിൽ ഫർണിച്ചറൊന്നുമില്ല, ഒരു സ്ഥലത്തും ഫർണിച്ചറില്ല, എല്ലാം നമ്മൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്താണ് ഷൂട്ട് ചെയ്യുന്നതല്ല. അപ്പം ഞാനവിടെ പോയി പുള്ളിയുടെ അടുത്ത് കാല് പിടിച്ചു, കാര്യമായിട്ട് പറഞ്ഞു. അവസാനം പുള്ളി പറഞ്ഞു, പുള്ളിയുടെ കാർപ്പൻറ്റേഴ്സിനെ കൊണ്ട് ഇളക്കി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരും, 5 പൈസ എനിക്ക് വേണ്ട, കാർപ്പൻറ്റേഴ്സിന് നിങ്ങൾ എന്തെങ്കിലും പൈസ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തന്നു. ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയുക, തിരിച്ച് ഞാൻ എടുത്തുകൊണ്ട് പോകും, എൻ്റെ കാർപ്പൻറ്റേഴ്സിനെ കൊണ്ട് ഇളക്കി കൊണ്ടുപോകും. അങ്ങനെയാണ് എഗ്രിമെൻറ്റിലാണെന്ന് കൊണ്ടുവന്നത്. അപ്പം ഞങ്ങളത് 2-3 സംഭവങ്ങൾ ആ സീൻ അവിടെ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് അത് നല്ല സ്പേസുള്ളൊരു റൂമുണ്ട്, വലിയ റൂം. അത്രയും സ്പേസുള്ള റൂം വരിക്കാശ്ശേരി മന ഇല്ല. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തത്. അപ്പം അതിൻ്റെ കുറേ പോർഷൻസ് എടുത്തത് വളയനാടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു രവിയേട്ടൻ്റെ മനശ്ശേരിയിൽ രവിയേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഇപ്പോൾ ഷൂട്ടിംഗ് കൊടുക്കില്ല, പക്ഷേ പണ്ട് ഷൂട്ടിങ് ചെയ്തിട്ടുള്ള വീടാണത്. എല്ലാവർക്കും അറിയാം, വളരെ ഫേമസ് ആയിട്ടൊരു പടമുണ്ട് പത്മനാഭൻ്റെ തൂവാനത്തുമ്പിയാണ്. അതിൽ മോഹൻലാലിൻ്റെ മണ്ണാറത്തൊടി എന്ന് പറഞ്ഞ വീടായിട്ട് കാണിക്കുന്ന രവിയേട്ടൻ്റെ വീടാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ പറഞ്ഞ അതേപോലെ ആക്കണേനേക്കാളും നല്ല നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ പടിപ്പുരയും കാര്യങ്ങളൊക്കെ ഇട്ട് കളരിത്തറയൊക്കെ സെറ്റിട്ട്, അറിയത്തില്ല, ആ നരേന്ദ്രപ്രസാദിൻ്റെ വീടായിട്ട് ഷൂട്ട് ചെയ്തത് അവിടെയാണ്. രണ്ട് ഡിഫറെൻ്റ്. തൊട്ടടുത്താണ്. വരിക്കാശ്ശേരി മനയിൽ നിന്ന് മാക്സിമം 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉള്ളൂ ഈ രവിയേട്ടൻ്റെ വീടെന്ന് പറഞ്ഞാൽ. അവിടെ സെറ്റ് വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇപ്പോഴും ഒരുപാട് നമുക്ക് റെഫറൻസ് ഉണ്ട്. അന്ന് റെഫറൻസ് ഒന്നുമില്ല. ഈ മൊബൈൽ എടുത്ത് ഇങ്ങനെ ആക്കി നോക്കണ പരിപാടി ഇല്ല. അന്ന് നമ്മൾ ബുക്കുകൾ വാങ്ങിച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് എനിക്കറിയാം, അന്ന് പല മനകളും പോയി നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്തത്. അന്ന് അത് തന്നെ 6-ാം തമ്പുരാനിൻ്റെ ക്ലൈമാക്സിൽ
കടലാടും കാവടി കടകം കുണ്ടല കവച കിരീടം ചൂടി എന്ന് പറഞ്ഞ പാട്ട്. അത് നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച് കിടന്നു. ഒരു പഴയ ഭാരതപ്പുഴയുടെ അടുത്ത് ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടോ, ഒരു അമ്പലം ഉണ്ടെങ്കിൽ നമുക്ക് റിനിവേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്ക് ആ അമ്പലത്തിൻ്റെ ഫോട്ടോ അയച്ചു തന്നൊരു കക്ഷി. ആ അമ്പലം കുറേ പേര് ഏറ്റെടുത്ത് ഗംഭീരമാക്കിയിരിക്കുന്നു. ആ വണ്ടി യൂണിറ്റ് പോവില്ല. അത് ഒരു പാർട്ടി അനുഭാവിയുടെ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയുടെ, അവർ ആ അമ്പലം ഉപയോഗിക്കാതിട്ടിരിക്കുക. അവരുടെ തറവാടാണ്, പക്ഷേ അത് നോക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് അവർ, ഞാനിങ്ങനെ പോയി ചോദിച്ചു, ഞാനും സജിൻ രാഘവൻ എന്ന് പറഞ്ഞ വിഷയങ്ങളെ പോയി ചോദിച്ചു, ഇങ്ങനെ തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു നിങ്ങളെന്തുകൊണ്ടാണ് ചെയ്തത്, ഞങ്ങൾ പൊളിക്കായിട്ടിരിക്കുകയാണ്. ആ അമ്പലത്തിൽ അവിടെ വെച്ചിട്ടാണ് ലാലേട്ടനും അവളും മഞ്ജു വാര്യരും കൊണ്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആ സീൻ എടുത്തത്. ആ മറക്കാൻ പറ്റാത്ത ആ സീൻ. എപ്പോഴും TV നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ബോറടിക്കില്ല. ഒരു പുതുമയുള്ള സീൻ. ആരാണാവോ എന്ന് ചോദിക്കുന്നത്. അതെടുത്ത അമ്പലത്തിൻ്റെ അവിടെ. ആ അമ്പലത്തിനെയാണ് റിനിവേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ സിനിമയിലെ ക്ലൈമാക്സിൽ അമ്പലമായിട്ട് കാണിക്കുന്ന. അത് കഴിഞ്ഞിട്ട് എത്രയോ കാലത്തിന് ശേഷം എനിക്ക് ഈ അടുത്ത കാലത്ത് ഒരാൾ എൻ്റെ യൂട്യൂബിലൊരു സാധനം അയച്ചു തന്നെ, അമ്പലം റിനിവേറ്റ് ചെയ്ത് സ്റ്റൈലാക്കി അയച്ചു തന്നെ. ഞാനത് മേനക സുരേഷിനൊക്കെ അയച്ചു കൊടുത്തു. സുരേഷ് നമ്പറാണ് നമ്മൾ ഷൂട്ട് ചെയ്ത അമ്പലം, പുള്ളിയിലെ പ്രൊഡ്യൂസർ ഷാജിക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ ഷാജി പറഞ്ഞു ഇത്, ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ആർക്കും വേണ്ട കിടന്നല്ലേ, അതിനകത്ത് വിഗ്രഹമൊന്നുമില്ല. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനൊരു വിഗ്രഹം കൊണ്ടുവച്ചിട്ടാണ് എൻ്റെ ക്ലൈമാക്സിൽ കലാഭമണി പൂജ ചെയ്യുന്നതായിട്ട് എടുക്കുന്ന സംഭവം. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വർക്കായിരുന്നു ആറാം തമ്പുരാൻ. അന്ന് ഭയങ്കര ത്രില്ലടിച്ച് വർക്ക് ചെയ്തൊരു പടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ടെൻഷനും ഇല്ല. അപ്പം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ രഞ്ജിയുടെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണല്ലോ. രഞ്ജി പകുതി എഴുതി വെച്ചിട്ടുണ്ട്, ബാക്കി എഴുതിയിട്ടില്ല രഞ്ജിത്ത്. അപ്പം ഈ സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനൊരു തറവാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന്. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഒരു സ്ഥലത്ത് പോയി, പാലക്കാട് മന്നാടിയാർ എന്ന് പറഞ്ഞൊരു വയസ്സായൊരു കക്ഷിയുണ്ട്. പുള്ളിയിൽ ഇഷ്ടം പോലെ ബ്രാസിൻ്റെ പ്രോപ്പർട്ടീസും പഴയ ഓൾഡ് പ്രോപ്പർട്ടീസും. അപ്പം ഞാൻ അവരൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് എനിക്ക് തരണം. അങ്ങനെ പോളിഷ് ചെയ്തൊക്കെ തന്നു. അതൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സ്റ്റൈലായിട്ട് എല്ലാം സെറ്റ് ചെയ്തു. എല്ലാം എവിടെ നോക്കിയാലും ബ്രാസിൻ്റെ തിളക്കം, എവിടെ നോക്കിയാലും ബ്രാസിൻ്റെ തിളക്കം. അങ്ങനെ കറങ്ങി കറങ്ങി വന്ന സീനാണ് മഞ്ജു വാര്യർക്ക് മൂക്കുത്തിയിലെ പ്രശ്നം വന്നു. അപ്പം പണി കിട്ടി എനിക്ക്. അപ്പോൾ ഷാജി എൻ്റെ ചേട്ടാ നിനക്ക് ഇത്രയ്ക്ക് അറിഞ്ഞൂടെ ഇങ്ങനൊരു സീനുള്ള. ഞാൻ പറഞ്ഞു എനിക്ക് സീനമ്മ എഴുതി വെച്ചിട്ടില്ല, ഞാൻ എങ്ങനെ അറിയണം, ഇങ്ങനെ നേരത്തെ അറിഞ്ഞെങ്കിലല്ലേ എനിക്കത് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പാത്രം കൊണ്ട് വിറ്റാപ്പോഴോ മൂക്കുത്തിനായി, ഇതിൽ വെച്ചിരിക്കണ ബ്രാസിൽ വെച്ചിരിക്കണ ഒരു വിളക്കാ, ഒരു പാത്രം ഏതെങ്കിലും കൊണ്ടുവന്ന് വിറ്റ് കഴിഞ്ഞാൽ പോയി എത്ര മൂക്കുത്തി വാങ്ങി, 5 മൂക്കുത്തി വാങ്ങിച്ചോട്ടെ. ഇത് ഇങ്ങനെ ഈ ദാരിദ്ര്യം പിടിച്ച സംഭവം ഇങ്ങനെ വന്ന പ്രശ്നം. ഷാജി രഞ്ജി പറഞ്ഞ് ഞാൻ ഒരു സീനും കൂടെ എഴുതാം എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ചൊരു സീനുണ്ട്. സാവര ജംഗമ വസ്തുക്കൾ, കിണ്ടി മൊന്ത, ഇതെല്ലാം കംപ്ലീറ്റ് നിങ്ങൾക്കത് ആ സീൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇതിനു വേണ്ടി എഴുതി ചേർത്ത സീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. ഞാനിത് ശ്രദ്ധിക്കാതെ ഇതെല്ലാം പോളിഷ് ചെയ്ത് കൊണ്ടുവന്ന് തിളക്കിയൊക്കെ വെച്ചു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു വഴി വേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ എഴുതിയൊരു സീനാണ് ഈ സാധനം. ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ സീൻ പ്രധാന. അത് നിങ്ങൾ ഇനി കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൽ ആ സീനിൽ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും ഇന്ന് നാളെ മുതൽ ഇന്ന് എൻ്റെ സാധനമാണെന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. അത് ഉണ്ടാവാൻ കാര്യം ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. അത് മറക്കാൻ പറ്റാത്ത സംഭവമാണ് അതൊക്കെ. നല്ല പിന്നെ ഈ പാട്ടെന്ന് പറയുന്ന പാട്ട് നമ്മൾ പാടിയെന്ന് പറഞ്ഞാൽ പാട്ടെടുത്തത് കുറച്ച് ഒറ്റപ്പാലത്ത് ഷൂട്ട് ചെയ്തു. അതുപോലെ ഹരിമുരളീരവം പകുതി ഒറ്റപ്പാലത്ത് ഷൂട്ട് ചെയ്തു. അതിലാണ് ഞാൻ മ്യൂറൽസ് ഇറക്കുന്നത്. ചവറിൽ മ്യൂറൽസ് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. നമുക്ക് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സ്ഥിരം വരിക്കാശ്ശേരി മനയൊക്കെ ഷൂട്ട് ചെയ്ത് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളേതായ എന്തെങ്കിലും ഒരു പുതിയ ഐറ്റം ആഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് മ്യൂറൽസ്. യഥാർത്ഥ മ്യൂറൽസ് ഒന്നുമല്ല, നമ്മൾ നമ്മുടേതായ രീതിയിലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു പയ്യനെ കിട്ടിയായിരുന്നു, ബസന്ത് എന്ന് പറഞ്ഞൊരു പയ്യൻ. അപ്പോൾ അവൻ വന്നിട്ട് കുറേ ഔട്ട്ലൈനൊക്കെ ഇട്ട് തന്നു. അങ്ങനെ അതിൽ വരച്ച്
ബാക്കി ഫില്ല് ചെയ്തൊക്കെ ഞങ്ങൾ എടുത്തതാണ്. പക്ഷേ പടത്തിലെ ഹരിമുരളീരവം തുടങ്ങുന്ന സംഭവം, പിന്നെ അവിടെ കൊച്ചു കുറേ സീനുകളുണ്ട്, അതെല്ലാം അവിടെ വരിക്കാശ്ശേരി മനയിലാണ് ഷൂട്ട് ചെയ്തത്. ഈ പാടി തുടങ്ങുന്നത് അവിടെ തുടങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ കീഴൂരെന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്, പാറക്കെട്ടൊക്കെ ഉള്ള സ്ഥലം, അവിടെയും കുറേ ഷൂട്ട് ചെയ്തു. അവിടെ ഒരു ചൈനീസ് ഫ്ലാഗൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാക്കി തിരുവനന്തപുരത്ത് ഗോൾഡ് ഫ്ലിങ്സ് ഷൂട്ട് ചെയ്തു, വെള്ളായണി ഷൂട്ട് ചെയ്തു. കിരീടം പാലത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് മഞ്ജു വാര്യർ മുളവിൽ വീഴുന്ന ഷോട്ട് എടുത്തത്. കിരീടം പാലം അതിൻ്റെ മുകളിൽ ക്യാമറ വെച്ചിട്ടാണ് ഞങ്ങൾ എടുത്തത്. അന്ന് കിരീടം പാലം ഇപ്പോഴാണ് ഭയങ്കര ഫേമസ് ആയത്. അന്ന് അത്ര ഫേമസ് അല്ലായിരുന്നു. പേര് കിരീടം പാലം എന്നായിരുന്നു. സമ്മർ ഇൻ ബത്ലഹേം എന്ന് പറയുന്ന മൂവി, അതുപോലെ ആ ലൊക്കേഷൻ മസനഗുഡിയാണ്, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൊക്കേഷനൊക്കെ എങ്ങനെയാണ് ചേട്ടാ? ഇങ്ങനെ അവിടം വരെയൊക്കെ പോയി ലൊക്കേഷൻ കണ്ടുപിടിക്കുക, ഒരുപാട് മനകൾ, ഒരുപാട് വീടുകൾ. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ ഹണ്ടിങ്ങിൽ ചേട്ടന് ഭയങ്കര മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് എന്താണ്? സത്യം പറഞ്ഞാൽ സമ്മർ ഇൻ ബത്ലഹേം ലൊക്കേഷൻ കണ്ടു ചെയ്തിട്ടില്ല. സമ്മർ ഇൻ ബത്ലഹേം പെട്ടെന്ന് വരുന്ന ഒരു പ്രോജക്റ്റാണ്. പെട്ടെന്ന് വരുന്ന പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിബി സാറ് തമിഴിൽ ചെയ്യാൻ വെച്ചിരുന്ന ഒരു പ്രോജക്റ്റാണ്. അന്നത് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന ജോൺ ബോളങ്കിളാണ്, തമിഴിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ജോൺ ബോളങ്കിൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അത് ഒരു പാട്ടാന്തം എടുത്തിട്ട് അവസാനം നിന്നുപോയ പടമാണ്. അപ്പോഴാണ് സിബി സാറ് സിയാദ് കൊക്കറിൻ്റെ അടുത്ത് പറയുന്നത്, നമുക്ക് ഈ പടം സുരേഷ് ഗോപിയെ അല്ലെങ്കിൽ ജയറാമിനെ വെച്ച് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നു ആലോചിക്കാം. അങ്ങനെ ഞാനും നമ്മുടെ രഞ്ജിത്തില്ലേ, ഇപ്പോൾ തുടരുന്ന രജപുത്ര രഞ്ജിത്തും ഞാനും കൂടെ മദ്രാസിൽ പോവുകയാണ്. രഞ്ജിത്തും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ രഞ്ജിത്തും കൂടെ മദ്രാസിൽ പോയി ജയഭാരതി അപ്പാർട്ട്മെൻറ്റ്, ജയഭാരതി ഗസ്റ്റ് ഹൗസിൽ താമസിക്കുക. അവിടെ പോയിട്ട് സുരേഷ് ഗോപി ഇവിടെ വരും, എവിടെ മദ്രാസിൽ വരും. മദ്രാസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. സുരേഷ് ഗോപിയുടെ വീട് പണിയാൻ നടക്കുകയാണ് ആ സമയത്ത്. അപ്പോൾ സുരേഷേട്ടൻ വന്നിട്ട് സുരേഷേട്ടൻ്റെ ചോദിക്കാൻ ഈ സബ്ജക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. ജയറാം ഓക്കെയാണ്, സുരേഷ് ഗോപിയും കൂടെ ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പ്ലാൻ ചെയ്യാം. മഞ്ജു ഓക്കെയാണ്. അങ്ങനെ പ്ലാൻ ചെയ്ത് അവിടെ 3 ദിവസം ഞങ്ങളവിടെ കിടന്നു. അവിടെ ജയഭാരതി അപ്പാർട്ട്മെൻറ്റ്. വൈകുന്നേരം അവിടെ വാചോടിയും രസകരമായ കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ അവിടെ കഴിഞ്ഞുകൂടും. വൈകിട്ട് പോകുമ്പോഴത്തേക്ക് സുരേഷേട്ട ഇല്ല, സുരേഷ് എവിടെ പോയിരിക്കണം. അങ്ങനെ 3-ാമത്തെ ദിവസം സുരേഷിനെ കണ്ട് കഥ പറഞ്ഞു. പുള്ളി ഓക്കെ ആയിട്ട്. അപ്പോൾ അടുത്ത നിലപാട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊന്നും മാരീഡൊന്നുമല്ല. നമ്മളൊരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു വർഷം 5 പടമൊക്കെ ചെയ്യും. ഇപ്പോഴും കുറവാണ്, 5 പടം 6 പടമൊക്കെ ചെയ്യുന്ന സമയമുണ്ട്. അങ്ങനെ ഞാൻ രഞ്ജിയും കൂടെ നമുക്ക് ഊട്ടിയിലാണ് ലൊക്കേഷൻ, നമുക്ക് ഊട്ടിയിൽ പോകാൻ ലൊക്കേഷൻ നോക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നേരെ ഊട്ടി പോകുന്നു. ഫിംഗർ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഫിംഗർ പോയിൻ്റ്, അവിടെ പോയിട്ട് ഒരു ഫൈറ്റ് എടുക്കുന്ന ബിൽഡിംഗ് ഉണ്ട്, ഭൂത് ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ട്. അത് മിക്കവാറും ഫൈറ്റ് എടുക്കാനാണ് ഉപയോഗിക്കുന്നത് അവിടെ. അപ്പം അവിടെ ഫർണിച്ചറോ ഒന്നുമില്ല, ഒരു സംഭവമില്ല. ഗ്ലാസ്സൊക്കെ അടിച്ച് പൊടിച്ചിട്ടിരിക്കുക, സകലതും പൊളിച്ചിട്ടിരിക്കുക, ചുവരിലൊക്കെ പെയിൻ്റൊക്കെ വാരി തേച്ച് എന്തൊക്കെ ഫൈറ്റ് എടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ആകുമ്പോൾ 5000 രൂപയുള്ളൂ ഒരു ദിവസത്തെ റെൻറ്റ്. മറ്റേ ഫാൻഗിൽ പാലസാണ് സിബി സാർ പറഞ്ഞത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാലസ് എടുക്കുന്നത്. അപ്പം നമ്മൾ അവിടെ പോയി ചോദിച്ചപ്പോൾ അവിടേക്ക് ഭയങ്കര പൈസയാണ്, നടക്കത്തില്ല. പിന്നെ പോരാത്തതിന് ഇതിനിടയിൽ ഹിന്ദി പടം ഷൂട്ടിംഗ് ഉണ്ട്, പല പടങ്ങളും ഷൂട്ടിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ഒറ്റ അടിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേറെ സ്ഥലം നോക്കണമെന്ന് പറഞ്ഞിട്ട് അവസാനം ഫിംഗർ പോയിൻറ്റിലെ ഈ ബിൽഡിങ്, ഫിംഗർ പോസ്റ്റ് അവിടുത്തെ ഈ ബിൽഡിങ്ങിൽ ഇപ്പോൾ അത് റിസോർട്ട് എന്തോ ആയിരുന്നോ, അതിനെ ഞാൻ റിനിവേറ്റ് ചെയ്തെടുത്തു. മുഴുവൻ ഫെൻസൊക്കെ അടിച്ചു, റിനിവേറ്റ് ചെയ്ത് പെയിൻ്റ് അടിച്ച് തുടങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമുക്ക് സിനിമ ഉടനെ തുടങ്ങിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി കൂടുതൽ സമയം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഫിംഗർ പോസ്റ്റിലെ ഈ ബിൽഡിങ് പോയി നോക്കി സംസാരിച്ചു, ഓക്കെ ആക്കി നമ്മൾ റിനിവേറ്റ് ചെയ്യാൻ പറഞ്ഞു. പെയിൻ്റ് അടിച്ചൊക്കെ തുടങ്ങിയപ്പോഴാണ് സ്ക്രിപ്റ്റ് രഞ്ജിത്തിനൊട്ടും വയ്യ, നടുവേദനയായിട്ട് കൊണ്ടുവന്നിരിക്കുക പുള്ളിയെ. ഒരു വരി പോലും എഴുതിയിട്ടില്ല. അങ്ങനെയാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ പാട്ട്, പെയിൻ്റടിയും എല്ലാം കൂടെ ഒരുമിച്ച് നടത്തിയാണ് ആ പാട്ട് ഷൂട്ട് ചെയ്യുന്നത്. ചതിക്കാത്ത ചന്ത എന്ന് പറയുന്ന മൂവി തന്നെ ആർട്ട് ബേസ് ചെയ്തിട്ടാണല്ലോ. അതിൽ സ്റ്റാർട്ടിങ് തൊട്ട് ലാസ്റ്റ് ക്ലൈമാക്സിനൊക്കെ ആർട്ടിൻ്റെ ആ സ്റ്റോറി തന്നെ പോകുന്നത് ആർട്ട് ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ ആ ഒരു മൂവിയിൽ ചേട്ടൻ്റെ അടുത്ത് ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു മൂവിയാണോ? അതിൽ കുറേ നമ്മുടെ മലഭൂതം അങ്ങനെ പുതിയ ക്യാരക്ടേഴ്സ്, അത് ഫുൾ ഫണ്ണായിട്ട് ചെയ്തൊരു മൂവി ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മൂവിയിലുള്ള ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? റാഫി മെക്കാട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സിൽ ഒന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഏത് സ്ക്രിപ്റ്റ് ആയിരുന്നാലും പുള്ളി ഒരുമിച്ചിരുന്ന് ഡിസ്കഷൻ ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് വായിച്ച് കേൾപ്പിക്കും. ഇതിന് ക്ലൈമാക്സ് വിട്ടിട്ട് ബാക്കിയുള്ള മുഴുവൻ വായിക്കും. അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്തുകൊണ്ട് നിർത്തിയിട്ട് വീണ്ടും ബാക്കി നമ്മളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കും. എന്നുവെച്ചാൽ സിനിമ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം 4-4.5 കോടി ആൾക്കാർ കാണുന്നൊരു സിനിമയാണ് സിനിമ. അപ്പം ഒരു 10 പേരുടെയെങ്കിലും ചോദിച്ചിട്ട് ഒരു നല്ല അഭിപ്രായം കിട്ടിയിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ്. എന്നുവെച്ചാൽ ഒരാളുടെ മാത്രം അഭിപ്രായത്തിൽ പോകാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് എനിക്കുള്ള എൻ്റെ കൺസെപ്റ്റും അതാണ്. അത് സത്യമല്ലേ? അത് സത്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാശ് മുടക്കി എടുക്കുന്ന സിനിമ ഒരു 10 പേരുടെ അഭിപ്രായം അറിയുന്നതാണ്. അപ്പം നമ്മളുടെയൊക്കെ ചോദിക്കും അങ്ങനെ ചെയ്താൽ എങ്ങനെ, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ. അപ്പം നമ്മളത് ഓരോ അഭിപ്രായങ്ങൾ പറയും. അങ്ങനെ ചെയ്തൊരു പടമാണ് ചതിക്കാത്ത എന്തോ ലാബ് ക്രിയേഷൻസ്. ഒരു സത്യം പറഞ്ഞാൽ രാത്രിയാണ് ഷൂട്ടിങ് ഏറ്റവും കൂടുതൽ. പകൽ ഷൂട്ടിങ് കുറവാണ്, രാത്രിയാണ് എന്നും ഷൂട്ടിങ്. നമുക്ക് അവിടെ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്ത് ഒരു ഐലൻഡ് ഉണ്ട്, തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തൊരു ഐലൻഡ്. അവിടെ ഒരു പഴയ ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ബിൽഡിങ് അടഞ്ഞു കിടക്കുക, തുടങ്ങിയിട്ടില്ല. അവിടെയാണ് നമ്മൾ സെറ്റിട്ട് ഷൂട്ട് ചെയ്തതൊക്കെ അവിടെ. പിന്നെ ഈ മലമ്പൂതം വരണതും മറ്റേ മറിച്ച് തലയിൽ കത്തി വെച്ച് വരുന്നതൊക്കെ നമ്മൾ പട്ടൺ റഷീദിന് ഭയങ്കര രസമാണ്. ഈ പ്ലാനിങ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പട്ടൺ റഷീദിൻ്റെ കഴിവും കൂടെ ഉണ്ട് അതിൽ. നമ്മൾ ഓരോന്നും ചെയ്തു കൊടുക്കും. ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്ന ഓരോ സംഭവങ്ങൾ മുഴുവൻ ഞങ്ങളത് പ്ലാൻ ചെയ്തതാണ്. അത് പിന്നെ മാജിക്കിൻ്റെ കുറേ പരിപാടി, അത് മെക്കാട്ടി ചേട്ടൻ മാജിക്കിൻ്റെ ഒരു മെയിൻ കക്ഷിയാണ്. പുള്ളി മാജിക്ക് ഒരുവിധം അറിയാമെന്നുള്ള കക്ഷിയാണ്. അപ്പോൾ പുള്ളി അത് പല കാര്യങ്ങളും മാജിക്കും അതിലുപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്ത്. പക്ഷേ രസമായിരുന്നു, ഷൂട്ടിങ്ങൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ നൈറ്റ് പ്രേതം വരുന്നതും അതും ഇതൊക്കെ നമ്മൾ കുറേ ക്രിയേറ്റ് ചെയ്താണ് ചെയ്തത്. ക്ലൈമാക്സിന് വേണ്ടി അവസാനം മാറ്റി വെച്ചു 2 ദിവസം. എല്ലാവരും കൂടെ ഡിസ്കഷൻ ചെയ്തൊരു ക്ലൈമാക്സ് ഉണ്ടാക്കിയതിന് ശേഷമാണ് അത് തീരുമാനിച്ചത്. പിന്നെ ബസ്സിലൊക്കെയുള്ള യാത്ര എന്ന് പറയുന്നത് എവിടെയും മദ്രാസിലൊന്നും പോയിട്ടില്ല. ഞാൻ അവിടെ തന്നെയാണ് സെറ്റ് ചെയ്തത്. എറണാകുളത്ത് തന്നെയാണ് തമിഴ്നാട് ബസ് സ്റ്റാൻഡ് സെറ്റ് ചെയ്തതും എല്ലാം എറണാകുളത്ത് തന്നെയാണ് ചെയ്തത്. എറണാകുളത്ത് നമ്മൾ ബസ് ഓടുന്നത് കംപ്ലീറ്റ് സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുമാണ്. ആർക്കും അറിയത്തില്ല. സ്റ്റേഡിയത്തിൻ്റെ ചുറ്റും രാത്രി ലൈറ്റപ്പ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റുമാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. മദ്രാസിലോട്ടൊന്നും പോയിട്ടില്ല. മദ്രാസിൽ ആകപ്പാടെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണി മറ്റേ നമ്മുടെ ഏവിയൻ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ വണ്ടി പോകുന്ന സാധനം മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ആ വണ്ടി അവിടെ കൊണ്ടുപോയി 2 ഷോട്ട് എടുത്തേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തു. അതിൽ ആ സോങ്ങിൽ ടൈറ്റാനിക്കിൻ്റെ അന്ന് ടൈറ്റാനിക്കൊക്കെ ഭയങ്കര ഫേമസ് ആയിരിക്കുന്ന സമയമാണ്. ടൈറ്റാനിക്കിലുണ്ട് ഗ്ലാഡിയേറ്ററിൻ്റെ ഒരു പോർഷൻ ഇട്ടിട്ടുണ്ട്. ഗ്ലാഡിയേറ്റർ അത് സെറ്റ് ആൾക്കാരെയൊക്കെ വരച്ചിരിക്കുക, അറിയത്തില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അത് നവോദയയിലാണ് സെറ്റിട്ട്. 2 ഒരേ സ്ഥലത്താണ് സെറ്റിട്ട്. ഗ്ലാഡിയേറ്ററിൻ്റെ സെറ്റും ഇത് സെറ്റും എന്ന് വെച്ചാൽ ഇവൻ്റെ ഒരു ഓർമ്മയാണ്. ബാക്കി നമ്മൾ ആലപ്പുഴ ഷൂട്ട് ചെയ്തു. അതായത് ചെമ്മീൻ്റെ കുറച്ച് പോർഷൻസ് തോന്നും. ഉദയയിൽ ആനയൊക്കെ വെച്ചിട്ട് ചെയ്തത് ഉദയയിലാണ്. എനിക്ക് ആന ചെയ്തതെന്ന് ഡാവിഞ്ചി സുരേഷാണ് ചെയ്തതെന്ന്. ഇപ്പം പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു കക്ഷിയില്ലേ ഡാവിഞ്ചി, വളരെ ഫേമസ് ആണ് പുള്ളി. ഗിന്നസ് റെക്കോർഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പുള്ളിയാണ് ആന ചെയ്തതെന്ന്. എനിക്ക് ആന മൂവ്മെൻ്റ് ഉള്ള ആനയാണ് ചെയ്തതെന്നാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ചതിക്കാത്ത ചന്തു എന്ന് പറയുന്ന മൂവി തന്നെ നമ്മളൊരു സിനിമയിൽ ഒരു ടെക്നിക്കൽ സൈഡിനെ എക്സ്പോസ് ചെയ്ത ഒരു മൂവിയോടെയാണ്. കാണുന്നവർക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അതിൽ ഇപ്പം കാണുമ്പോഴും രസമാണത്, കണ്ടോണ്ടിരിക്കാൻ രസമാണ്. അതിലെ കോമഡി ആയിരുന്നാലും ശരി. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് ഇല്ലേ, എന്തുമാത്രം ആർട്ടിസ്റ്റ് ഉണ്ടോ, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടാ അതുപോലെ കല്യാണരാമൻ മൂവിയില്ലേ, അത് നമ്മുടെ ലാൽ സാറിൻ്റെ വീടാണ്. നവ്യ നായർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് ലാൽ സാറിൻ്റെ വീടാണ്. അപ്പോൾ അതിലൊരു ത്രൂ ഔട്ട് ഒരു കല്യാണത്തിൻ്റെ ഫുൾ കുറേ പോർഷൻ തന്നെ ഒരു ലൊക്കേഷൻ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ കല്യാണരാമൻ്റെ മൂവി സെറ്റിനെ കുറിച്ച് ആൾക്കാർ പറയുന്നത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള, ഭയങ്കര സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് എല്ലാവരും നിന്നൊരു സെറ്റായിരുന്നു. അപ്പോൾ അതിൽ ചേട്ടൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയാണ്, ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കല്യാണരാമനും ഈ കല്യാണരാമൻ്റെയൊക്കെ ഒരു ക്ലിപ്പിങ്സ് ഒന്നും വരാത്ത ഒറ്റ ദിവസം പോലും ഇല്ല. എന്തെങ്കിലും ഒരു പ്രോഗ്രാം ആയിരുന്നാലും ഒരു വാർത്ത മീറ്റിംഗ് എന്ത് സംഭവം എന്തിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്ന ഒരു സാധനം ക്ലിപ്പിങ്സ് വരാത്ത ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല ഒരു ദിവസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആൾക്കാർ അതിൽ
ഇതായിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ തെങ്കാശിപ്പട്ടണമെന്ന് പറഞ്ഞാൽ പടം വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും പടം ഓടുമെന്നൊരു പ്രതീക്ഷയില്ല. സാധാരണ ഒരു പടം ചെയ്യും പോലെയാണ്. അതിൽ ഞാൻ കുറേ പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൊരു തെങ്കാശി തമിഴ് പെങ്കളി എന്ന് പറഞ്ഞ പടം നമ്മൾ പാട്ട് ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഏർലി മോർണിംഗ് ഒക്കെയാണ് മിക്കവാറും പോണത്. 3-3:30 ആണ് എല്ലാവരും ആർട്ടിസ്റ്റുകളൊക്കെ പോണത്. ബൃന്ദാ മാസ്റ്ററാണ് ആ പാട്ട് എടുത്തിരിക്കുന്നത്, ഡാൻസ് മാസ്റ്റർ ബൃന്ദയാണ്. അപ്പോൾ ഞങ്ങൾ ആ പാട്ട് എടുക്കുമ്പോൾ ഞാൻ ആ സെറ്റ് പ്ലാൻ ചെയ്ത് തന്നെ എനിക്കൊരു ബുക്ക് കിട്ടി, ആഫ്രിക്കൻ ബുക്ക്. അതിൽ ആഫ്രിക്കൻ അബോറിജിനൽസിൻ്റെ ഒരു ഡിസൈനാണ് ആ സെറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഞാൻ പറയുകയാണ് സംഭവം. അത് അങ്ങനെ ഉപയോഗിച്ച ഒരു സംഭവമാണ്. അത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ലാലേട്ടൻ്റെ ചോദിച്ചു, ലാലേട്ടാ ബോബ എത്ര രൂപ നമുക്ക് സോങ്ങിന്? അത് ഒരു പ്രതീക്ഷയില്ല. എന്നുവെച്ചാൽ സുരേഷ് ഏട്ടന് അത്ര ഫേമസ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പടങ്ങളൊന്നും ഓടുന്നില്ല. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ദിലീപിനും അധികം വേഷമില്ല എന്ന് പറഞ്ഞാൽ ദിലീപ് വേഷം ചെയ്യണം നടക്കുന്ന സമയം. നിങ്ങൾ രണ്ടും മാത്രം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പരാതി പറയണം. എൻ്റെ അടുത്തൊന്ന് പറയും ദിലീപ്, അവർ രണ്ടും മാത്രമല്ല എപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് വേഷമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ദിലീപാണ് ഇതിൻ്റെ ചരട് കംപ്ലീറ്റ് വലിക്കുന്നത്. അത് ദിലീപിന് പടം കാണുമ്പോൾ അവസാനം മനസ്സിലാവുന്നു. എന്തോ ഞാൻ വീട്ടിൽ പോകണം, ഞാൻ തൃശ്ശൂർ പോകണം, മഞ്ജു അവിടെ തൃശ്ശൂരുണ്ട്, ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് പുള്ളി മിക്കവാറും ദിവസവും പോക്കാണ്. രാവിലെ വരും, ഒരു 12-1 മണിയാകുമ്പോൾ ഇന്ന് ദിലീപിന് വേഷമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ അന്നുള്ള ക്യാപ്സ്യൂളാണല്ലോ. റാഫി മെക്കാട്ടിന് അന്നന്ന് ക്യാപ്സ്യൂൾ ഉണ്ടാക്കണതാണ്. അപ്പം ഇന്നുണ്ടാവില്ല എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ദിലീപ് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞാൻ നിൽക്കുന്നത് വേസ്റ്റാണ് സംഭവം. ഇപ്പോൾ അങ്ങനെ തെങ്കാശിപ്പട്ടണത്തിൻ്റെ ഇതൊക്കെ പടമൊക്കെ ഇറങ്ങി 25 ദിവസത്തെ ഷീൽഡ് എൻ്റെ ഇരിപ്പുണ്ട്, 250 ദിവസത്തെ ഷീൽഡ്. അപ്പം ഞാൻ ഇവിടെ വെച്ചിട്ടാണ്, ഹയാത്തല്ലല്ലോ, കല്ലൂരുള്ളൊരു ഹോട്ടലിൽ വെച്ചിട്ടാണ് എൻ്റെ ഇത്. അപ്പം ദീപിൻ്റെ ചോദിച്ചു, ദീപ് ഇപ്പം എങ്ങനെയുണ്ട്? ഞാനത് പറഞ്ഞ അവത്തായിപ്പോയി, അന്ന് ഞാൻ പറഞ്ഞ അവത്തായിപ്പോയി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് ആണ് ഈ കല്യാണരാമൻ എന്ന് പറഞ്ഞ പടം. അപ്പം വീട് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയെടുത്ത് ഞാൻ ചോദിച്ചു സോങ്ങിന് എത്ര രൂപ ആവുമെന്ന് ചോദിച്ചു, ഏത് തെങ്കാശിപ്പട്ടത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു 7 രൂപയ്ക്കടുത്താവും കേട്ടോ. പുള്ളി എൻ്റെ ചേരാനല്ലൂരിലെ വീട് ഞാൻ പണയം വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പടം ഓടിയില്ലെങ്കിൽ മിക്കവാറും ഞാൻ റോഡിൽ കിടക്കേണ്ടി വരും, ഞാനും എൻ്റെ കുടുംബവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞില്ല ലാലേട്ടാ, എനിക്ക് തോന്നുന്നത് ഓടുമെന്നാണ് തോന്നുന്നത്. അത് ഓടാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. ഇതിൽ കോമഡിയും ഇതിലൊക്കെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയില്ലല്ലോ, നമുക്ക് സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ സിനിമ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടോട്ടൽ സിനിമയായിട്ട് നമുക്ക് അറിയത്തില്ലല്ലോ. അല്ലെങ്കിൽ ഫുൾ സ്ക്രിപ്റ്റ് വേണം, അങ്ങനെയൊക്കെ വേണ്ടേ. ക്ലൈമാക്സ് പോലും നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് വേറെ രീതിയിലാണ്. പടം ഫസ്റ്റ് തുടങ്ങുന്നത് ഒരു നല്ല ദാസേട്ടൻ പാടിയ നല്ല പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ ബോഡിയും കൊണ്ട് സുരേഷ് ഗോപി ഒരു കൈവണ്ടി വലിച്ചുകൊണ്ട് പോകുന്നൊരു മഴയത്ത് പോകുന്നൊരു സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അതന്നെയാണ് തുടങ്ങണത്. അതൊക്കെ മാറിയിട്ടാണ് വീണ്ടും വേറെ ക്ലൈമാക്സ് വന്നത്. ആ പാട്ടേ എടുത്ത് കളഞ്ഞു. ഇടിപ്പെട്ടൊരു പാട്ടാണ് യേശുദാസ് പാടിയത്, നല്ലൊരു പാട്ടാണ്. അപ്പോൾ ആ മൊത്തത്തിൽ മാറി വന്നിരിക്കുന്ന സംഭവം. ഈ കഥയൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇതിങ്ങനെ കഴിഞ്ഞ് കല്യാണരാമൻ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ലാലേട്ടൻ പറഞ്ഞതിൻ്റെ പേരിൽ തെങ്കാശിപ്പട്ടണ സൂപ്പർ ബമ്പർ ഹിറ്റായി. അത് കഴിഞ്ഞിട്ട് പുള്ളി പുതിയ സ്ഥലം വാങ്ങിച്ചു, വീട് വയ്ച്ചു തുടങ്ങി. വീട് ഗംഭീരമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. പെയിൻ്റ് അടി ഒന്നും തുടങ്ങിയില്ല, വൈറ്റ് അടിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തൊരു വീട് അന്വേഷിച്ചിടക്കണം, നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ സ്ഥലം കിടക്കുകയല്ലേ, നമുക്ക് പുള്ളിയുടെ വീട്ടിൽ അത് ജനറേറ്റർ ഇല്ല. നമ്മൾ ജനറേറ്റർ നമുക്ക് എവിടെയെങ്കിലും മതിലടിച്ച് കയറ്റിയിട്ട് ഷൂട്ട് ചെയ്യാം. അങ്ങനെയാണ് പടം മോഡിൽ പുള്ളിയുടെ വീടിൻ്റെ അവിടെ സെറ്റ് ഇടുന്നത്. ഞാനാണ് പറയണത് നമുക്കിവിടെ പെയിൻ്റ് അടിച്ചത്. അവരായിട്ടുമ്പോൾ ഇവിടെ തറയൊന്നും ആയിട്ടില്ല. നമ്മൾ കാർപ്പറ്റ് ഇടുന്നു, ഗ്രേ കാർപ്പറ്റ് വാങ്ങിച്ചിടുന്നു. നമ്മൾ വേറെ വീട് അന്വേഷിച്ച് കിടന്ന് പൈസ കൊടുത്ത് ഇത്രയും ദിവസം ഷൂട്ടിംഗ് ഇല്ലേ, 30-35 ദിവസം ഷൂട്ടുണ്ട്. അങ്ങനെ ആണ് കല്യാണരാമൻ പുള്ളിയുടെ വീട്ടിൽ പ്ലാൻ ചെയ്യണം. വീട് ഞാൻ പെയിൻറ്റ് ചെയ്തു. ആദ്യം അവരുടെ കോൺട്രാക്ടർ പെയിൻറ്റ് ചെയ്യാനൊക്കെ വന്നു. പക്ഷേ ഒരു ദിവസം ഒരു ചുവരൊക്കെ അടിച്ച് തീരുള്ളൂ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷൂട്ടിങ് നടക്കത്തില്ല. അവസാനം നമ്മുടെ പെയിൻറ്റേഴ്സിനെ കൊണ്ടുവന്ന് പറ അടിച്ച് സംഭവമായി. ആ വീട്ടിൽ കുറച്ച് ഫർണിച്ചറൊക്കെ കൊണ്ടിട്ടു. അങ്ങനെയാണ് അവിടെ ഷൂട്ട് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ കല്യാണം സംഭവമൊക്കെ മാറ്റിയിട്ട് ഒരു സീൻ എടുത്തിട്ടുണ്ട് അവിടെ ക്ലൈമാക്സിൽ. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ലാലേട്ടൻ്റെ വീട്ടിൽ ഫസ്റ്റ് അവിടെ ഷൂട്ട് ചെയ്യുന്നത്. പുതിയ സിനിമയിൽ വരുന്ന ആർട്ട് ഡയറക്ടേഴ്സിനൊക്കെ എനിക്കൊരു പറയാനുള്ളത്, മൾട്ടിമീഡിയയും ഫോട്ടോഷോപ്പൊക്കെ ഒന്ന് പഠിക്കുക.
എനിക്ക് പറയാൻ പറ്റിയ ഉപദേശം എന്ന് വെച്ചാൽ പുതുതായിട്ട് സിനിമയിൽ വരുന്ന ആർട്ട് ഡയറക്ടേഴ്സ് അറ്റ്ലീസ്റ്റ് പടം വരയ്ക്കാനെങ്കിലും അറിയണം. അതല്ല വേണ്ടത്. ഇപ്പം സിനിമയൊക്കെ ഡിജിറ്റലായ സ്ഥിതിക്ക് ഈ മൾട്ടിമീഡിയയും ഫോട്ടോഷോപ്പും അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് സിനിമയിൽ ആർട്ട് ഡയറക്ടറായിട്ട് വന്നാൽ വലിയ ഉപകാരമായി. എന്ന് വെച്ചാൽ ഒരു ഡിസൈനറെ നിങ്ങൾക്ക് പോയി റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാ സിനിമയിലും ഒരു ഡിസൈനറെയും കൊണ്ടുവരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കിനി പുതിയ സംഭവങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം കുറച്ച് പഠിച്ചതിന് ശേഷം വരുന്നതായിരിക്കും നല്ലത്. അല്ലാത്തൊരു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഞാനിതൊക്കെ പോയി കുറച്ച് പഠിച്ചു. ഇതിനു വേണ്ടി തന്നെ പോയി പഠിച്ചാണ്. സിനിമ ഡിജിറ്റലായപ്പോൾ തന്നെ ഞാനിതൊക്കെ പോയി പഠിച്ചു. ഇനി വരുന്ന തലമുറ അങ്ങനെ ഉണ്ടാവണം എന്നെനിക്ക് പ്രത്യേകിച്ചൊരു അപേക്ഷയുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഞാനിവിടെ ഒരു മുത്തശ്ശി കഥ കേൾക്കുന്ന ഒരു കുട്ടിയുടെ എക്സൈറ്റ്മെൻറ്റിലിരുന്നു. ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് പുതിയ അറിവുകൾ, അങ്ങനെ ഒത്തിരി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചതിന് ചേട്ടന് ഒരുപാട് താങ്ക് യു ചേട്ടാ. This show is presented by Luvi.